ഹായ് ഹലോ വെൽക്കം ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. നമുക്കെല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് അല്ലേ, നമ്മളെപ്പോഴും നല്ല ഫ്രഷായിട്ട് നല്ല സ്മാർട്ടായിട്ട് ഇരിക്കണം എന്നുള്ളത്. വലിയ സ്ട്രെസ്സൊന്നുമില്ലാതെ നമുക്ക് ഇരിക്കണം, വലിയ അസുഖങ്ങളൊന്നും നമ്മളെ ബാധിക്കാതെ നമ്മളെപ്പോഴും നമ്മൾ ഭയങ്കര സ്മൈലിംഗ് ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കണം, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് വഴിയുണ്ട്. ഇതിന് കുറേ ഹാബിറ്റ്സ് നമ്മൾ പഠിച്ചാൽ മതി. നമ്മുടെ ഡെയിലി ലൈഫിലെ ചില ഹാബിറ്റുകൾ, നല്ല നല്ല ചില ഹാബിറ്റുകൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സംശയമില്ല, നമുക്ക് ഈ പറഞ്ഞ ഈ ഗോള് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് തന്നെ കാണാം, ചിലപ്പോൾ ചില ഹാബിറ്റ്സ് നമ്മൾ ശീലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയുന്നുണ്ട് അത് നമ്മുടെ ഏജിനെ തന്നെ ഒന്ന് പിടിച്ചു നിർത്തും. ആ ഏജിങ്ങോട് വരുന്ന ചില കുറേ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതൊക്കെ പിടിച്ചു നിർത്തും. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഭയങ്കര ആക്റ്റീവായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള എല്ലാ സെല്ലുകളിലേക്കും കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ വരും. കുറേ സെൽസ് ഉണ്ട്, ബ്രെയിൻ സെൽസ് ഉണ്ട്, അതിലേക്കെല്ലാം ഒരു വളരെ ഭംഗിയായിട്ടുള്ള നല്ലൊരു റിത്തമിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവും എന്ന് പറയുന്നു. സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. നല്ല സ്ലീപ്പ് നമുക്ക് കിട്ടും എന്നൊക്കെ പറയുന്ന കുറേ ഹാബിറ്റ്സുകളുണ്ട് എന്നുള്ളത്. അതിലത്തെ ഒരു ഹാബിറ്റ്, കുറേ ഹാബിറ്റുകളിൽ നമുക്ക് പറ്റാവുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റ്. എന്താ ഹാബിറ്റ്? ശീലം അല്ലേ. ശീലമാവുന്നുണ്ടെങ്കിൽ എന്താവണം? കണ്ടിന്യൂസ് ആയിട്ട് അത് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഏത് ഹാബിറ്റിനാണ് ഇത്രയധികം ബെനിഫിറ്റ്സ് കിട്ടുന്നത്? നമുക്ക് ഭംഗി കൂടുതൽ വരും, നമുക്ക് ചിരിക്കാൻ പറ്റും, ഓർമ്മശക്തി കൂടും, നമുക്ക് കുറച്ചും കൂടി വിവരം വയ്ക്കും, ആൾക്കാർ നമ്മളെ കുറച്ചും കൂടി റെസ്പെക്റ്റോടു കൂടി നോക്കും. ഇങ്ങനെയൊക്കെയുള്ളത് ഇത് ഏത് ശീലം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ കുറേ പേര് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്, പക്ഷെ ചിലവർ അത് നിർത്തി വെച്ചവരുണ്ട്, പിന്നെ ചിലവർ വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നൊരു ശീലമുണ്ട് അല്ലേ. റീഡിങ്, വായനാശീലം. ഒരു സംശയമില്ല, ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്ന ഒരു ഹാബിറ്റാണ് റീഡിങ് ഹാബിറ്റ്, വായിക്കുക എന്നുള്ളത്. എന്താ നമ്മൾ ഇത് ചിലവർ, എല്ലാവരും ഞാൻ പറയില്ല, കുറേ പേര് ഇത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഈ വ്യൂ ചെയ്യുന്നവരും പലവരും നല്ല റീഡേഴ്സാണെന്ന് എനിക്കറിയാം. പക്ഷേ അതേപോലെ ചില ആൾക്കാരുണ്ട് തീരെ നമ്മളിത് വായനാശീലം നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെ ഈ ലോകം വന്നോട് കൂടിയിട്ടാണ് ഇത് ഇത്രയും നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഹാബിറ്റ് പോവാൻ കാരണം. പണ്ടൊക്കെ നമ്മൾ കൂടുതൽ വായിച്ചിരുന്നു, കാരണം ഇതെങ്കിലും ഇങ്ങനെ നോക്കി നോക്കി ഇൻ്റർനെറ്റിൻ്റെ ഒരു സംശയമില്ല, ഇൻ്റർനെറ്റ് കൂടുതൽ വന്നോടുകൂടി, കൂടുതൽ മറ്റിലേക്ക് ആക്സസ് വന്നോട് കൂടിയിട്ടാണ് നമുക്ക് ഈ വായിക്കുന്ന കാര്യം പോയത്. ഇത് പ്രിൻ്റഡ് ബുക്സ് വായിക്കുന്ന അങ്ങനെ പറയുന്നില്ല കേട്ടോ ഞാൻ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വായിക്കാം, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയയിൽ എവിടെയാണോ എങ്ങനെയാണോ നമുക്ക് പറ്റുന്നത് അതുപോലെ വായിക്കാം. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുകയൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാവില്ല, ബുക്സ് ഒന്നും കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ കിൻഡിൽ പോലെയൊക്കെയുള്ള ചെറിയ ഇതുണ്ട്, വളരെ ഹാൻഡി ആയിട്ടുള്ള ഗാഡ്ജറ്റ്സുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് കുറേ ബുക്സൊക്കെ ലോഡ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ഈ വായന തീരെ കയ്യിൽ നിന്ന് പോയി. ഇനി അതൊന്ന് എങ്ങനെയാണ് നമ്മളതൊന്ന് തുടങ്ങുക എന്നുള്ളത് അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം നമുക്കൊരു ദിവസം ഒരു 15 മിനിറ്റ് മതി എന്നാണ് പറഞ്ഞത് ഈ ശീലം തുടങ്ങാൻ. അത് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അത് എൻലാർജ് ചെയ്തിട്ട് വരുന്നതാണ് എന്നുള്ളത്. ഒരു 15 മിനിറ്റ്സ് നമ്മൾ ഒരു യോഗയോ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷനോ ഒക്കെ നമ്മൾ എത്രയോ നേരം, നമുക്കൊരു ഹാഫ് ആൻ അവർ ഒക്കെ ശരിക്കും ഇരുന്നാലാണ് അതിൻ്റെ പെർഫെക്ഷനിലേക്ക് വരുന്നുള്ളൂ. ഇത് അത്രയൊന്നും സമയം വേണ്ട. ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ വേറൊരു ലോകത്തിലേക്ക് എത്തും. നമുക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ അല്ലേ. പക്ഷെ വായിക്കുന്ന ഒരാൾക്ക് അങ്ങനെയല്ല, കുറേ ജീവിതങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്, അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോവുക. ഇപ്പോൾ ആടുജീവിതം അത് സിനിമയായി വന്നു, നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടു അല്ലേ. പക്ഷെ നമ്മൾ വായിച്ചിട്ടുള്ള നമുക്കൊക്കെ എപ്പോഴും ഇറങ്ങി വരുന്ന ഒരു ബുക്കാണോ നല്ലത്, സിനിമയാണോ നന്ന്, ഈ മെജോറിറ്റിയും പറഞ്ഞത് ബുക്ക് തന്നെയാണ് നന്നായിരിക്കുന്നത് എന്ന് പറഞ്ഞു. കാരണം അതിന് അപ്പോൾ വിഷ്വൽ ഇല്ലാതെ പോലും നമ്മൾ മനസ്സിൽ അത് വായിക്കുമ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അത്ര ഇമ്പാക്റ്റ് അതിന് കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നോക്കി നോക്കൂ എത്ര ഭംഗിയാണ് ആ ഒരു ഹാബിറ്റ് നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പക്ഷേ ഇത് ചെയ്യുമ്പോൾ, ശീലിക്കുമ്പോൾ, ഒരിക്കൽ ഇപ്പോൾ 2 ദിവസം നമ്മൾ ഇത് ശീലം തുടങ്ങി നമ്മൾ
ഒരു 20 to 30 days ഒരു ശീലം, ഒരു ഹാബിറ്റ്, അത് റീഡിങ് ഏത് ഹാബിറ്റ് ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ റുട്ടീനിലേക്ക് കയറി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പർപ്പസ്ഫുള്ളി നമുക്ക് കുറച്ച് ദിവസം എന്ത് ചെയ്യാം, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള സമയം, അതിപ്പോൾ എനിക്ക് പറയാൻ ഞാൻ രാത്രി ആയിരിക്കാം, ചിലപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം, ചിലപ്പോൾ നിങ്ങൾക്ക് രാവിലെ ആയിരിക്കാം, ഉച്ച സമയമായിരിക്കാം. എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ഇരുന്ന് ഇത് ഈ തോണ്ടുന്ന സമയത്ത് ആ സമയത്തുനിന്ന് ഒരു ഇത്തിരി സമയം നമ്മൾ മാറ്റി വെച്ചാൽ മതി, ഇതിലേക്ക് വേണ്ടി നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഏത് ബുക്സാണ് എങ്ങനെയാണ് റീഡിങ് ഹാബിറ്റ് ഉള്ളവരോട് എനിക്ക് ഒന്നും പറയാനില്ല. യു കണ്ടിന്യൂ, നിങ്ങളത് ഒരിക്കലും കളയില്ല എന്ന് എനിക്കറിയാം. അത് ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതാവും. പക്ഷേ മറ്റുള്ളവരോട് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചാൽ ചെറിയ ബുക്സിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ചിലവരോട് ഞങ്ങളെന്നും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. പക്ഷെ ന്യൂസ് പേപ്പർ വായിക്കണം, സംശയമൊന്നുമില്ല. കാരണം അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കാവും. ന്യൂസ് പേപ്പർ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ നാട്ടിൽ നടക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചില ആൾക്കാരുണ്ട് പേപ്പർ വായിക്കുമ്പോൾ കണ്ടത് വായിച്ചിട്ട് സ്ട്രെസ്സ് വരിക. ന്യൂസ് പേപ്പർ റീഡിങ്ങെന്ന് അത് തെറ്റാണ്. ന്യൂസ് പേപ്പർ വായിക്കാം, പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റ്സുകളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ന്യൂസ് പേപ്പർ റീഡിംഗ് കിട്ടില്ല. അത് വല്ല മാഗസിൻസോ ഷോർട്ട് സ്റ്റോറീസോ നോവൽസോ ഫിക്ഷനോ ഒക്കെ വായിച്ചാലാണ്, ഓട്ടോബയോഗ്രഫീസൊക്കെ വായിച്ചാലാണ് എന്ത് കിട്ടുള്ളൂ, ആ സുഖം കിട്ടുള്ളൂ. കാരണം മറ്റേത് ചിലപ്പോൾ നമുക്ക് സ്ട്രെസ്സ് ചിലപ്പോൾ കയറി വരാം എന്നുണ്ടാവും ചിലവർ. ഇതങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് സ്റ്റോറീസ് എന്നൊക്കെ ചെറുതെന്ന് തുടങ്ങണം. നമ്മളെപ്പോഴും നമ്മളിപ്പോൾ നേരത്തേക്ക് ഇതൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുള്ളതാണ്. ജിമ്മിലൊക്കെ പോകുമ്പോൾ നമ്മൾ വലിയ എക്സസൈസൊന്നും ആദ്യം ചെയ്യിപ്പിക്കില്ലല്ലോ. ചെറിയ ചെറിയ എക്സസൈസിന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഹെവി ഫുഡ് കഴിക്കണേക്കാളും ആദ്യം ഒന്ന് ലൈറ്റായിട്ട് സൂപ്പിന്ന് തുടങ്ങിയിട്ടല്ലേ നമ്മൾ എത്താറുള്ളത്, വലിയ വലിയ ഇതിലേക്ക് നമ്മൾ എത്താറുള്ളത്. അതേപോലെ തന്നെ ചെറിയ നമ്മൾ തുടങ്ങുക. ഇപ്പോൾ ഷോർട്ട് സ്റ്റോറി ഒക്കെ ആണെങ്കിൽ 2 പേജൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ മാഗസിൻസ് ഒക്കെ ആയിരിക്കും, വനിതാഗൃഹ, അതിലൊക്കെ ഉണ്ടാവും ചെറുകഥ ഉണ്ടാവും. അപ്പോൾ ആ ചെറുകഥയൊക്കെ വായിച്ച് നമുക്ക് ഭയങ്കര സന്തോഷം വരണം. ഇന്ന് ഞാനൊരു പുസ്തകം വായിച്ചു, ആ റൈറ്ററിനെ നമ്മളൊന്ന് നോക്കി വായിച്ചു. അപ്പോൾ നമ്മൾ വേറൊരു ലൈഫും കൂടി നമ്മൾ കാണുകയാണ് എന്നതാണ്. പിന്നെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആരോടെങ്കിലുമൊക്കെ പറയാം. നമ്മൾ വിചാരിക്കും നമ്മൾ ചിലപ്പോൾ സ്വയം പൊക്കി എന്നൊക്കെ നമ്മളെ വിചാരിക്കേണ്ടാവും, SP എന്നൊക്കെ വിളിക്കും. പക്ഷെ അതും നമ്മൾ നോക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പറയുക, ഞാൻ ഇന്ന് ആ പുസ്തകം വായിച്ചിട്ടോ, ഞാനൊരു പുസ്തകം വായിച്ചു കുറേ നാളുകൾക്ക് ശേഷം. വേണമെങ്കിൽ എൻ്റെ ഇതിൻ്റെ താഴെ തന്നെ നിങ്ങൾ ഇതിട്ടോളൂ, കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. നിങ്ങൾ ഇന്ന് ഞാൻ ഇതുണ്ടാവുമല്ലോ, ഈ വീഡിയോ അവിടെ കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് തമ്മിൽ അവിടെ കമൻറ്റ് ചെയ്യാമല്ലോ. അതേപോലെ നല്ല പുസ്തകം വായിക്കുന്ന ആൾക്കാർ ഷെയർ ചെയ്യൂ. ഏതൊക്കെയാണ് നല്ല പുസ്തകങ്ങൾ, വായിക്കാൻ പറ്റിയ നല്ല പുസ്തകങ്ങൾ, സിമ്പിളായിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താലൊക്കെ നല്ലതാണ്. അപ്പോൾ ഷെയർ ചെയ്യണം നമ്മൾ. അപ്പോൾ അതാണ് റീഡിങ് ഹാബിറ്റ്. വേറെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യുക, അത് ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ പുസ്തകം പൈസ കൊടുത്ത് വാങ്ങിക്കണോ? സത്യം പറഞ്ഞാൽ ഞാനൊരു തോന്നുന്നു പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം കിട്ടുക എന്നുള്ളതാണ്. മറ്റേത് നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇവിടുന്നൊക്കെ ലൈബ്രറിയിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ദിവസം കൊണ്ട് അത് തീർക്കണം, ഇങ്ങനെയുള്ള സ്ട്രെസ്സൊക്കെ വരും എന്നുള്ളതാണ്. പക്ഷേ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് നല്ലത് തന്നെയാണ്. മെമ്പർഷിപ്പ് എടുത്ത് നല്ല പുസ്തകം വാങ്ങിച്ച് നമുക്ക് പിന്നെ അത് എന്ത് ചെയ്യാം, വീണ്ടും അത് എക്സ്റ്റൻഷനൊക്കെ എടുത്ത് വാങ്ങിക്കാം. പറ്റുമെങ്കിൽ സ്വന്തമായിട്ടുള്ള പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ അത്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഒരേ പുസ്തകം, അതൊക്കെ സബ്ജക്റ്റീവാണ്, ഓരോരുത്തരുടെ രീതിക്കനുസരിച്ചാണ്. അപ്പോൾ എനിക്ക് സംശയം, ഒറ്റ പുസ്തകം വായിച്ചിട്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തത് എടുക്കാനായിരിക്കും ഇഷ്ടം. പക്ഷേ ചിലവർ പറയുന്നത് അങ്ങനെയല്ല. ചിലവർ പറയുന്നുണ്ട് രാത്രി കിടക്കുമ്പോൾ ഒരു പുസ്തകവും പിന്നെ മറ്റുള്ള സമയത്ത് 2 പുസ്തകമൊക്കെ, മൾട്ടിപ്പിൾ ബുക്സൊക്കെ ശീലിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ബോറിങ് തോന്നില്ല. അതൊക്കെ നമ്മൾ വായിച്ചു തുടങ്ങിയാലേ അറിയുള്ളൂ നമുക്ക് എന്താണ് ഇതാവുന്നതെന്നുള്ളത്. പിന്നെ ചിലവർക്ക് ഇപ്പോൾ സ്പോർട്സൊക്കെ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയൊക്കെ ഇഷ്ടമുണ്ടാവും, റോൾ മോഡൽസൊക്കെ ഉണ്ടാവും. സോ അവരുടെ ഓട്ടോബയോഗ്രഫി ഉണ്ടാവും. ഇപ്പോൾ MS ധോണിയുടെ ഓട്ടോബയോഗ്രഫി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വായിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളിങ്ങോട്ട് പോവാം. നമുക്ക് കുറച്ചും കൂടെ നമുക്കിഷ്ടമുള്ള രീതിയിൽ, ഒരു സംശയവും ഇല്ല, നമ്മൾ കുറച്ചും കൂടി കാമാവും അല്ലേ. എനിക്കറിയാം, ഞാൻ ഈ പറയുമ്പോൾ എന്നേക്കാൾ ഇതിനെ ഒന്ന് ആഴത്തിൽ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഹാബിറ്റ് തന്നെ, നല്ലൊരു ഹാബിറ്റാണ്. ഒരു കാലത്തും ഒരു ദോഷവും ചെയ്യില്ല. പിന്നെ മാത്രമല്ല നമ്മുടെ ഓൾഡ് ഏജ് നമുക്ക് ഫ്യൂച്ചറിൽ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞാലും പ്രായത്തിന് നമ്മളൊന്ന് നോക്കന്നെ. ഒരു ഓൾഡ് ഏജിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് വലിയ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒന്നും ഉണ്ടാവില്ല. ആ സമയത്തും നമ്മൾ ലൈവായിട്ട് ഇരിക്കണ്ടേ. അങ്ങനെ ലൈവായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് വായനയുടെ രോഗം ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്ഫുള്ളായിരിക്കും. എനിക്ക് തന്നെ അറിയാം, എൻ്റെ വീട്ടിൽ നന്നായി വായിക്കുന്നവരുണ്ട്, നന്നായിട്ട്. അപ്പോൾ അവരൊക്കെ ആക്റ്റീവാണ്. അപ്പോൾ കാരണം അവർ
അവർക്ക് ആ ഒരു ഇത് ചെയ്തെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ടാവും, നന്നായി വായിക്കുന്നുണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ വായനാശീലം നമുക്ക് നാളെ ഒരു നല്ലൊരു ഫ്രണ്ടിനെയും കൂടി ആയിരിക്കും കിട്ടുക. കാരണം നമ്മുടെ കൂടെയുള്ള കമ്പാനിയനൊക്കെ നമ്മുടെ ഒപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ ലോകത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഇതിലെല്ലാ വെറൈറ്റിയും കിട്ടുമല്ലോ. നമുക്കിപ്പോൾ ഫിലോസഫിക്കൽ ബുക്സ് ആണ്, നമുക്ക് അതേപോലെ എന്ത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ കിട്ടും. നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കണം എന്നുള്ളതാണ്. മണി മാറ്റേഴ്സിനെ കുറിച്ചാണ്, എന്തിനെക്കുറിച്ചും ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ള കുറേ ബുക്സുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് ശീലമാക്കണം. ഇതൊരു നല്ല ശീലമാണ്. നമ്മളിനി മറ്റുള്ളവരോട് പറയുന്ന സമയത്ത് നമ്മൾ കുട്ടികളോട് പറയാം, പോയി വായിക്കുക, പുസ്തകം പോയി വായിക്കുക. അങ്ങനെ വായിക്കാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, അമ്മ വായിക്കാറുണ്ടോ എന്ന് ചോദിക്കും. ഇത് പറയുമ്പോൾ എനിക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു സ്റ്റോറി എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരമ്മ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നു. എൻ്റെ മകൻ എപ്പോഴും ശർക്കര കഴിച്ചുകൊണ്ടേയിരിക്കുക, ഏത് സമയത്തും പറഞ്ഞാൽ കേൾക്കണില്ല, ഭഗവാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇതൊന്ന് നിർത്തി തരുമോ, ഈ ശീലം ഒന്ന് ഇവൻ്റെ നിർത്തി തരുമോ ചോദിച്ചു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല, പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഒരു 4-5 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ, വേറൊരു ദിവസം വരും. അത് കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞ് ഇവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എന്നോട് വരാൻ പറഞ്ഞു. ശരി, മകനോട് പറഞ്ഞു, ഇങ്ങനെ കഴിക്കരുത് മധുരം, അത് നിനക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അമ്മ ചോദിച്ചു, എന്തിനാ ഇത്ര ദിവസം, ഇത് അങ്ങേക്ക് അന്ന് തന്നെ പറയാമായിരുന്നില്ലേ, എന്തിനാ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്കും ഈ ശീലമുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് അത് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാൻ ശർക്കര കഴിക്കൽ നിർത്തി, ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ധൈര്യമായിട്ട് നിൻ്റെ മകനോട് ഉപദേശിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് വായിക്കൂ, പഠിക്കൂ, വായിച്ചാലാണോ അങ്ങനെ ചെയ്യാൻ, ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ആദ്യം നമുക്ക് എന്തുണ്ടാവണം, ഈ ഒരു ഹോബി നമ്മുടെ കയ്യിലേക്കും വരണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിച്ചിട്ടാവും, അങ്ങനെ അതൊന്നുമില്ല, അത് ആയിക്കോട്ടെ, എന്താ കുഴപ്പം. അപ്പം നമ്മൾ ഇന്നോട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ശീലം നമ്മളും കൂടി തുടങ്ങുക. നമ്മൾ നിർത്തി വെച്ചവരുണ്ടെങ്കിൽ വീണ്ടും അതൊക്കെ പൊടി തട്ടി ഒരു പുസ്തകം കയ്യിലെടുത്ത് വായിക്കാൻ നോക്കൂ നിങ്ങൾ. ടീച്ചേഴ്സ് അതേപോലെ തന്നെ അവരൊക്കെ കുറച്ചും കൂടി നല്ല സ്മാർട്ടായിട്ടിരിക്കണ പോലെ തോന്നാറില്ലേ, ഏജ് അവരെ അധികം ബാധിക്കാത്ത പോലെ തോന്നുന്നില്ലേ, വായിക്കുന്നുണ്ടാവും കൂടുതൽ. കാരണം പലതരം ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട്, കുട്ടികളായിട്ട് വലിയൊരു ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഐഡിയാസ് ഷെയർ ചെയ്യുന്നവർ കുറച്ച് വായിക്കുന്നൊക്കെ ഉണ്ടാവും. വായിക്കാതെ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ പ്രൊഫഷനിലൊന്നും. അപ്പോൾ അവർ കുറച്ചും കൂടി യങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഫയലുകളുടെ ഇടയിൽ, കുമിഞ്ഞു കൂടുന്ന ഫയലുകളുടെ ഇടയിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ അതൊക്കെ നിർത്തിയേക്കാട്ടിലും കുറച്ചും കൂടിയും എനിക്ക് തോന്നുന്നു കേട്ടോ, ഇതൊക്കെയാണ് റീസൺസ് എന്നൊക്കെ തോന്നുന്നു. അപ്പോൾ സംശയമൊന്നുമില്ല, ഇന്നോട്ട് ഞാനും നിങ്ങളും ഒക്കെ ഈ ഹാബിറ്റ് നന്നായിട്ട് ശീലിക്കും. ഇനി നമ്മളൊരു പുസ്തകം വാങ്ങി നമ്മളത് വായിച്ചു തുടങ്ങിയാൽ ഇങ്ങനെ നിന്ന് നമ്മളതൊരു സ്റ്റാറ്റസിൽ, നമ്മുടെ സ്റ്റാറ്റസും ഒന്ന് അടിപൊളി ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റാറ്റസ് അല്ലേ, വായിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ശീലമാക്കുക. വായിച്ച ബുക്കിനെ പറ്റി മറ്റുള്ളവരോട് സംസാരിക്കുക, ഒരു ഫോട്ടോ സ്റ്റാറ്റസിൽ കിടന്നോട്ടെ. താങ്ക് യു. വിൽ മീറ്റ് അഗെയിൻ വിത്ത് അനദർ ടോപ്പിക്. മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തെത്തുള്ളൂ, നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. ബൈ.